എല്ലാ മതങ്ങളും ഒരുപോലെയോ? എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ സ്വയം വിഡ്ഢികളായി വേഷം കെട്ടുന്നു എന്നതാണ് സത്യം. എന്നാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറഞ്ഞ് സ്വയം വിഡ്ഢികളായി അഭിനയിക്കുന്നവരും ഉണ്ട്. മറ്റു മതങ്ങൾ ഭാരതത്തിലേക്ക് കടന്നു വന്ന കാലങ്ങളിൽ ഹൈന്ദവർ എന്ന സനാതനികൾ ശരിക്കും വിശ്വസിച്ചിരുന്ന അവയും സത്യസാക്ഷാത്കാരത്തിനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ തന്നെ ആണെന്നാണ്. അറിവ് ഏതു ദിശയിൽ നിന്ന് വന്നാലും അത് സ്വീകാര്യമാണല്ലോ. അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾ വളരെ വൈകിപ്പോയി. ഇപ്പോഴും ഒന്നും അറിയാത്ത പടവിഡ്ഢികളെ പോലെ പെരുമാറുന്നവരാണ് അധികവും. മുൻപേ വന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടർ വാളുകൊണ്ട് കൊയ്തടുക്കിക്കൊണ്ടിരുന്നു. വല്ല വിധേനയും അതിൽ നിന്ന് മോചനം വരാറായ കാലഘട്ടത്തിലാണ് വ്യാപാരികളെന്ന് വ്യാജേന പാശ്ചാത്യർ എത്തിയത്. വ്യാപാരത്തിനുള്ള പണ്ടകശാലകളെന്ന് വ്യാജേന അവർ കെട്ടിപ്പൊക്കിയ സൈനിക താവളങ്ങളും കോട്ടകത്തളങ്ങളും ആയിരുന്നു. വ്യാപാരശാലകളുടെ സംരക്ഷണത്തിന് എന്ന വ്യാജേന സൈനിക സന്നാഹങ്ങളാണ് അവർ പണിതുയർത്തിയത്. അവർ അടുത്തുള്ള നാട്ടുരാജാക്കന്മാർക്ക് പല പ്രലോഭനങ്ങളും നൽകി മറ്റു രാജാക്കന്മാരിൽ നിന്നും തമ്മിൽ വൈരം സൃഷ്ടിച്ച് മല്ലടിപ്പിച്ച് ക്രമേണ എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അവർ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കെതിരെ ജനരോഷം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നതിനാൽ അതിനെ അതിജീവിക്കാൻ അതികുശാഗ്ര ബുദ്ധിയോടെ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അന്യമത പരിവേഷത്തിൽ അവരിൽ നിന്ന് അന്യം എന്നതുപോലെ അവരുടെ തന്നെ പിൻബലത്തിൽ ക്രിസ്തുമതവും മതപരിവർത്തനവും നടത്തിക്കൊണ്ടിരുന്നു. എന്തിനെന്നാൽ അവരോട് കൂറുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാനും അവർക്ക് വേണ്ടി ചാരപ്പണി നടത്തുവാനും ഒരു അഞ്ചാം പത്തികളുടെ വലിയ സംഘം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് എല്ലാ മതങ്ങളിൽ കൂടിയും ഉദ്ദേശിക്കുന്നത് എന്ന് ഹിന്ദുക്കൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. സാക്ഷാത്കാരം എന്ന സത്യം സനാതനികൾക്ക് മാത്രമേ ഉള്ളൂ. അത് തത്വമസി എന്നും അയമാത്മ ബ്രഹ്മ എന്നും ഒക്കെയുള്ള തത്വവാദനത്തിന്റെ സാക്ഷാത്കാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്നറിയുകയും ബ്രഹ്മാനന്ദം അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റു മതങ്ങളിൽ ദൈവവും അടിമകളും തമ്മിലുള്ള ബന്ധം മാത്രമാണുള്ളത്. അതാണ് അവരുടെ മതദർശനം അഥവാ മതസിദ്ധാന്തം. അതിന് സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ പരമ അബദ്ധമാണ്. അത് വെറും അന്ധവിശ്വാസം മാത്രം. ഇതുപോലെയുള്ള ചില വിശ്വാസങ്ങൾ പ്രാഥമിക തലത്തിൽ ഹിന്ദുക്കളിലും അരുക്കും തൊങ്ങലുമായി പറ്റിക്കൂടിയിട്ടുണ്ടെന്ന് സത്യമാണ്. ക്രിസ്ത്യാനിറ്റി ഒരു മതമാണ്, ഹിന്ദു ദർശനമാണ്. ദർശിച്ചത് അഥവാ കണ്ടത് അഥവാ അനുഭവിച്ചത് എന്നൊക്കെ അർത്ഥം മാത്രമേ അർത്ഥം. മതമെന്നാൽ അഭിപ്രായം മാത്രമാണ്. ക്രിസ്തുവിന്റെ വാക്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബൈബിൾ പരിശോധിച്ചാൽ തികച്ചും അബദ്ധജടിലമായ ചില ജൽപ്പനം എന്നതല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. എന്നാൽ ക്രിസ്തു പറഞ്ഞതെല്ലാം വേദാന്തമാണ്, ഉപദേശീയ സന്ദേശമാണ്, ഗീതയാണ്. ചില വാക്യങ്ങളെ പൗലോസ് എന്ന കള്ളശിഷ്യൻ വളച്ചൊടിച്ചിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ ബൈബിളിലെ സൃഷ്ടിയുടെ കഥകൾ തന്നെ നോക്കിയാൽ ഇത് വ്യക്തമാകും. എന്നാൽ ഹിന്ദു വിശ്വാസത്തിന്റെ മുഖ്യധാര അദ്വൈതം തന്നെ. അത് വേദത്തിലെ മുഖ്യധാര തന്നെ. 4 വേദങ്ങളിലെ 4 മഹാവാക്യങ്ങൾ. ഹിന്ദുവിന് വേദം മാത്രമാണ് മതഗ്രന്ഥം. 4 വേദങ്ങൾ, അവയിലെ മഹാവാക്യങ്ങൾ താഴെ പറയുന്നവയാണ്: തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. 4 ഈ ആത്മാവ് ബ്രഹ്മമാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ നീ തേടുന്ന ഏതോ അത് നിന്നിൽ തന്നെ ഉണ്ട് എന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നാണ്. അയമാത്മ ഈ ആത്മാവ് ബ്രഹ്മമാണ്. പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞ എന്റെ ബോധം ബ്രഹ്മമാണ് എന്നാണ്. അപ്പോൾ 4 ഒരേ ആശയം. രാമായണവും മഹാഭാരതവും മതഗ്രന്ഥങ്ങളല്ല, അവ ചരിത്രാംശം ഉൾക്കൊള്ളുന്ന സാഹിത്യകൃതികളാണ്. വേദസാരം മഹാഭാരതത്തിലെ ഗീതയിലുണ്ട് എന്ന് മാത്രം. ഇവ 4 ഈ സമവാക്യങ്ങൾ 4 ഇതിന്റെ 7 അയലത്ത് വരുന്ന ഒരു ചിന്താധാര മറ്റു മതങ്ങൾക്കില്ല. ഇസ്ലാം മതം ഒരു ഈ ചിന്താധാരയോട് ഏറ്റുമുട്ടിയതിന്റെ ഫലമായി ഉണ്ടായതാണ് സൂഫിസം. സത്യത്തിൽ ഇസ്ലാം എന്നത് പുരുഷാധിപത്യ ലൈംഗിക ആഭാസ അടിമത്വം മാത്രമാണ്. മറ്റു മതങ്ങളെയും രാജ്യങ്ങളെയും ആക്രമിക്കുക, പുരുഷ പ്രജകളെ കൊന്നൊടുക്കി ഭൂമിയും സ്വത്തും സ്ത്രീകളെയും കവർന്നെടുത്ത് കൂടെയുള്ള കവർച്ചക്കാർക്ക് വിധിച്ചു കൊടുക്കുക ഒരു പൈശാചിക കവർച്ച സംഘം മാത്രമാണ് ഇസ്ലാം. മതം എന്ന പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൊള്ള സംഘം മാത്രം. 2 മതങ്ങളും
നമ്മെ ഭാരതത്തെ, അതായത് രണ്ട് സെമിസ്റ്റിക് മതങ്ങളും നമ്മെ ഭാരതീയരെ ആക്രമിച്ച രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇസ്ലാം ആക്രമണകാരികളായി ഒന്നും തിന്നും മതം മാറ്റി ജീവൻ നിലനിർത്താൻ മാത്രം മതം മാറാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. ബീഭത്സം, ഭീകരം, ഭയാനകൻ, രൗദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മതം തന്നെ ഇസ്ലാം. ബംഗ്ലാദേശ് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.